പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ നിർണായക തെളിവായ സിസിടിവി ഹാർഡ് ഡിസ്ക് അച്ചൻകോവിലാറ്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കൊല നടത്തിയ പ്രതികൾ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ടുപോയിരുന്നു. വലഞ്ചുഴി ഭാഗത്ത് ആറ്റിലെറിഞ്ഞെന്ന സംശയത്തിൽ 3 ദിവസമായി ഡിവൈഎസ്പിയും സംഘവും തെരച്ചിൽ നടത്തിയിരുന്നു. കെ അഖിൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അഖിൽ, ഈ മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ നിർണായകമായ അന്വേഷണ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴാണ് ഈ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത്? പാരിഷ, ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ വലഞ്ചുഴി ഭാഗത്തു നിന്നും അച്ചൻകോവിലാറ്റിൽ ഈ ഹാർഡ് ഡിസ്ക് ലഭിച്ചത്. ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരുന്നതിനിടയിലാണ് ഇവർക്ക് ഇത്തരത്തിൽ അച്ചൻകോവിലാറ്റിലേക്ക് ഈ ഹാർഡ് ഡിസ്ക് വലിച്ചതായിട്ടുള്ള ഒരു മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 ദിവസമായി ഈ ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നു. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് വ്യാപാരിയായ ജോർജിനെ മൈലപ്പുറയുടെ കടയിൽ കൊലപ്പെടുത്തിയ ശേഷം CCTV ഹാർഡ് ഡിസ്കും ഒപ്പം തന്നെ ജോർജിന്റെ കഴുത്തിലുണ്ട് 9 പവൻ മാലയും പണങ്ങളും മോഷ്ടിച്ചു കടന്നത്. ഈ കൊലപാതകത്തിലെ പോലീസിനെ ഏറെ വലച്ചതും തന്നെയായിരുന്നു. കാരണം ഈ CCTV കടക്കുള്ളിൽ CCTV ഉണ്ടാവുമെങ്കിലും ആ CCTV ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ലഭിച്ചില്ല. തുടർന്ന് മറ്റ് പുറത്തുള്ള CCTV സമീപകാലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നുമാണ് കൊലപാതകത്തിലേക്കും പ്രതികളിലേക്കും പോലീസ് എത്തിയത്. എന്തായാലും ആ കൊലപാതകം നടന്ന സമയത്ത് കടക്കിലുണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് ഇപ്പോൾ എന്തായാലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അച്ചൻകോവിലാറ്റിൽ നിന്നുമാണ്. ഇനി അതിൽ നിന്നും ഈ വീഡിയോ, ഈ ദിവസത്തെ ദൃശ്യങ്ങൾ പോലീസിന് റിക്കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളിലേക്കാണ് പോലീസ് എന്തായാലും കടക്കുന്നത്. എന്തായാലും വലഞ്ചുഴി ഫാരിദ്, ഈ കേസിലെ തന്നെ ഒരു പ്രതിയായിട്ടുള്ള ഫാരിദ് വലഞ്ചുഴി സ്വദേശിയാണ്. അത്തരത്തിൽ ഈ വലഞ്ചുഴി ഭാഗത്തു നിന്നുമാണ് ഇപ്പോൾ എന്തായാലും ഈ ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പാരിഷ, ശരി, 3 ദിവസമായിട്ട് അന്വേഷണ സംഘം തെരച്ചിലിൽ തന്നെയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ നിർണായക തെളിവായിട്ടുള്ള ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് കെ അഖിൽ.